ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. ഇയാൾ ഇതും പറയും, ഇതിനപ്പുറം പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനിയും കൊണ്ട് വരാൻ നിൽക്കണ്ട. ഓഫീസിലൊത്ത് പണിക്ക് നിൽക്കല്ലേ, പൊക്കം അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ മതിയാക്കാം. കുറച്ചേരായാലും മിണ്ടാതിരിക്കട്ടെ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ഒരുപാട് സ്ത്രീകളുടെ കമന്റ്സ്. കേസ് കൊടുക്കാൻ തയ്യാറല്ലാന്ന് ഇവര് ആദ്യമേ പറഞ്ഞതാ. ഇയാളെ എക്സ്പോസ് ചെയ്യാ, അതാണ് ഇയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മൈ ബോഡി മൈ പ്രൈഡ്. ഇത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു സമരമാണ്. ഇത് ഏറ്റെടുക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അതുവരെ ഇയാള് ഇതുപോലെ ഇവിടെ കിടക്കും. ഇയാളുടെ മനുഷ്യാവകാശങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ടോയ്ലറ്റിൽ പോവാനും കിടന്നുറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ഇയാൾക്ക് സമയം കൊടുക്കും. അതുകൊണ്ട് തൽക്കാലം ഈ ലൈവ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവിൽ വരും. ഇതിനിടയിൽ ചില അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നാളെ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തീരുമാനിക്കും ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് മീ ഐഷു സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. അയ്യോ തീർന്നോ? ഇത് തന്നെ സീരിയലോ എപ്പിസോഡായിട്ട് കാണിക്കാം. എന്നാലോ പെണ്ണുങ്ങൾ മൂന്നും എന്നെ കിടുവല്ലേ? പിന്നെ അല്ലാണ്ട് നിനക്ക് അങ്ങനെ തോന്നിയോ? പിന്നെ വെറുതെ ഇരിക്കുക, മനുഷ്യൻ ടെൻഷനായിട്ട് വരാം. ഹലോ സാർ, എന്തോന്നാണോ താൻ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? തന്റെ സ്റ്റേഷൻ ലിമിറ്റിലാണോ ഇതൊക്കെ നടക്കുന്നത്? എന്താ സാർ? എന്താണോ താൻ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ലേ? ഓ അതോ, അത് കണ്ടോണ്ടിരിക്കുന്നു സാർ. എന്നിട്ട് ഇതെന്താ സിനിമയാണോ കണ്ടിരുന്ന് രസിക്കാൻ? എടോ അവിടെ ഒരു ക്രൈമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി അന്വേഷിക്കണോ? ശരി സാറേ. സച്ചേട്ട എന്റെ കൂടെ വന്നേ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന്. കേസും കൂട്ടവും അത് പിന്നെ വലിയ പുലുവാലാകും. ചോപ്പാ സച്ചേട്ട വന്നേ, ഞാൻ സംസാരിക്കാൻ സിത്താരിച്ചോട് കേറ്. വണ്ടി എടു. വന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഞങ്ങളെല്ലാം കൂടി വാതിലടിച്ച് പൊളിച്ചേക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അത് ഗായത്രി സംസാരിക്കും. സിത്താരിച്ചി കഥവ് തുറക്ക്, ഞാനാ ഗായത്രി. എന്നെ നോക്കിയേക്ക്. അല്ല ചോപ്പ വന്നേ ഇങ്ങോട്ട്. ഞാൻ സിത്താരച്ചി ആ കീ ഇങ്ങോട്ട് എടുത്തേ. സിത്താരച്ചി കഥ തുറക്ക്, ഞങ്ങൾ അകത്തോട്ട് വരാം. ഗായത്രി പൊക്കോ, ഇതിൽ ഇടപെടണ്ട. എന്നതേ കാണിക്കുന്നേ? ക്യാമറ മാറ്റ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ചേച്ചി ആദ്യം ലൈവ് നിർത്താൻ പറഞ്ഞേ. അനിയനും ഭാര്യ പ്ലീസ് ഗായത്രി പൊക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നം. ചെല്ല് ചേച്ചി, ചേച്ചി ചെല്ല് പ്ലീസ്. ചേച്ചി ചേച്ചി പോലീസ് എത്തി. സാറില്ല, ടെൻഷൻ ആവണ്ട. അല്ല മാറുന്നേ അക്രമം സാറേ തുറന്നുവിടാൻ പറയും. ഫ്രണ്ടാ സാറേ, വിവേകേട്ടൻ അവര് കിഡ്നാപ്പ് ചെയ്തേക്കുവാ. പെട്ടെന്ന് മോചിപ്പിക്കും സാറേ. എന്തെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിനക്കൊന്നും വേറെ പണിയില്ലടോ, വീട്ടിൽ പൊക്കെ. ഇതിനകത്താണോ സാറേ? അതെ, ചാവിയുടെ അത് അവരയില്ലാന്നേ. സാറേ ഹാൻഡ് കഫ് എടുത്തില്ല. എന്തിനാടോ? അല്ല അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ. അകത്ത് സ്ത്രീകളടോ. ഓ സച്ചേട്ടാ, സച്ചേട്ടാ നിക്ക്. സിതാരച്ചി, സിതാരച്ചി ദേണ്ട പോലീസ് വന്നേക്കുന്നു. കഥ തുറക്ക്. അതെ, എടി പൊടി ഒന്നും വിളിക്കണ്ട, മര്യാദയ്ക്ക് സംസാരിക്കും. ഓ എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാം. എന്നാ പെങ്ങളെ, നമുക്ക് ശാന്തമായിട്ട് പരിഹരിക്കാം. ആദ്യം ക്യാമറ ഒന്ന് മാറ്റും. സാറുമാരിപ്പോ പൊക്കെ. അല്ല, അകത്തൊരു ക്രൈമല്ലേ നടക്കുന്നത്. IPC 308. അപ്പൊ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? കഥകും തുറക്ക്. സൗകര്യമില്ല, സാറുമാര് ചെന്നാട്ടെ. അങ്ങനെ പോകാനല്ലടി ഞങ്ങൾ വന്നത്. കഥ തുറക്കും. പെങ്ങന്മാരെ, ഒരു കോംപ്രമൈസ്. ആ ചാവി കിട്ടും. നടക്കില്ല സാറേ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ.
ഇനി പ്രൊവോക്ക് ചെയ്യാൻ നിന്നാ ഞങ്ങളുടെ കയ്യിൽ സൈനൈഡ് ഉണ്ട്. സാർമാർ രണ്ടുപേരും തൂങ്ങും. അതോ വേണ്ട വേണ്ട ആ ജനലടച്ച് അങ്ങന്മാര് റിലാക്സ് ചെയ്തോ പ്ലീസ് പ്ലീസ്. ഓക്കെ കുട്ടികൾ ഓക്കെ. സൈനീടോ നിന്റെ എവിടുന്ന സൈനീട്? ഈ സമയത്ത് വേറൊരു നമ്പർ നടക്കൂല. എന്തൊരാവേശായിരുന്നു മേഴ്സി. അത് പിന്നെ സാറേ നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, സ്ത്രീകളല്ലേ. സത്യായിട്ട് പോവാണോ? പിന്നെ ഞാനിവിടെ പരിപാടിയാണ്. ഹലോ സാറേ. എടോ താൻ എവിടെയാ? ഞാൻ സ്പോട്ടിലുണ്ട് സാർ. CM-ന്റെ PA വിളിച്ചിരുന്നു. ചാടി കയറിയപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതാ ഇൻസ്ട്രക്ഷൻ. പെട്ടെന്ന് അത് നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താ പീഡനക്കാരന്റെ കൂടെ പോലീസ് എന്നാവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ സാർ. പക്ഷെ ആ സ്ത്രീകള് സൈനൈഡായിട്ട് നിപ്പ്. അതൊക്കെ വെറും ഭീഷണിയാടോ. ഇത് ഇത്ര ആൾക്കാരെ സ്ഥിരം അടവാ. എന്നാലും എന്തെങ്കിലും സംഭവിച്ചാ എന്റെ തലയിലാവില്ല സാറേ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ. എന്നാ താൻ പോയി വല്ല ICU എടുക്കടോ. എടോ അകത്ത് കയറാൻ നിൽക്കണ്ട, അവിടെ സർവൈലൻസ് ഇട്ടാ മതി. ശരി സാർ. അതെ നിങ്ങളെന്നിവിടെ ഡ്യൂട്ടിക്ക് ഇടാ. അയ്യോ സാറേ, അത് പിന്നെ വെറുതെ ഒന്ന് നിർത്താ മതി, നാട്ടുകാരെ കാണിക്കാൻ. മോളിൽ നിന്നുള്ള ഓർഡറാ, മനസ്സിലായാ? ഓ അപ്പൊ നമ്മള് ഗാലറിയിൽ ഇരുന്ന് കളി കാണണം, അത്രയല്ലേ ഉള്ളൂ സാറേ. മേഴ്സിയെ സൈനൈഡ് കേസാ, മറക്കണ്ട, പണി പോവും. അക്ഷിത ഒന്ന് മേഴ്സിനൊന്ന് തണുപ്പിച്ചു കേട്ടാ. അതൊക്കെ എന്റെ വേറെ നമ്പറിലായിരുന്നു സാർ. ചെന്നിട്ട് 5-6 ഗുളി കഴിക്കേണ്ടതാ. ഇറങ്ങട്ടെന്നാ. ആരും പോയില്ല ഇതുവരെ. പറഞ്ഞു വിടറോ എല്ലാത്തിനും. ഒരു വിവേകമില്ലാതെ വണ്ടി വിട്ടോ. ലൈക്സും ഉണ്ട് ഒരുപാട്. ഇത് എവിടുന്നൊക്കെയാ? ജർമ്മനി, UK, US, UAE. നിന്റെ ചാനൽ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിക്കയറി. എനിക്കിട്ടാ പോരെ തെറി അല്ലേ? ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മെയിലീഗോ പോയി ചാവൻ പറയാൻ. ഏയ് നീ ഒരു കമന്റ് കണ്ടോ? 22 ഫീമെയിൽ ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവില് കാണിക്കണോന്ന്. പേടിയുണ്ടോ? ഞാൻ പിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ? ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പോരെ. എനിക്ക് ചേട്ടായിയോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞേരെ. ആ ശരി, ഞാൻ വെക്കുക. എന്റെ അമ്മ ബന്ധുക്കളൊക്കെ വിളിച്ച് ആകെ സീനായി. അവരുടെയൊക്കെ മാനം പോയെന്ന്. ഒരു കണക്കിന് അവര് പറഞ്ഞത് ശരിയല്ലേ. വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്ക് എല്ലാം ഒഴിവാക്കാൻ. ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാ അമ്മ ചോദിക്കുന്നത്. വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാളെ ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി അല്ലേ? ഇനി സെന്റി അടിച്ചാ നമ്മൾ എവിടെ എത്തൂല കേട്ടോ. രാത്രി മനുഷ്യൻ പണിയുണ്ടോ ഓരോന്ന്. ഇപ്പൊ അകത്ത് എന്തുവാ പരിപാടി? എന്നാ പരിപാടി? നിങ്ങൾ ഇതുവരെ പോയില്ലേ? അതെ, വെറുതെ ഞങ്ങക്ക് പണി ഉണ്ടാക്കാതെ സൈനൈഡ് ഇങ്ങെടുത്തേ. ആ അത് ആവശ്യമുള്ളപ്പോ എടുത്തോളാം. സാറുമാര് വിട്ടോ, ഇന്നിനി റെസ്റ്റാ. നാളെ ലൈവ് തുടങ്ങുമ്പോ വന്നാ മതി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. കൂടുതൽ വെള്ളച്ചെടുത്താലേ എന്റെ തനി സ്വഭാവം നീയൊക്കെ കാണും. എന്നെ നിനക്കൊന്നും അറിയാമല്ലോ. വെറുതെ പ്രഷർ കൂട്ടല്ലേ. സാറ് പറഞ്ഞേച്ചും പോയി ഓർമ്മില്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ ചൂടായി. അല്ല സാറേ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനൊരു ഷീറ്റ് പോലും എടുത്തിട്ടില്ല. എവിടെങ്കിലും ഒക്കെ കിടക്കാന്നേ, അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അല്ല അക്ഷിതേ, ഇവര് ഈ ലൈവിൽ പറഞ്ഞതുപോലെ തണ്ട് കെട്ടിയവനും വല്ല പരാക്രമം കാണിക്കാറുണ്ടോ? എന്തെങ്കിലും കിട്ടുവേ. പോലീസിന്റെ വില കളയില്ല സാറേ. വേറെ വല്ല സ്റ്റാൻഡേർഡ് ജോക്കും പറ. ചൂടാവാതെ മിസ്റ്റർ, എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ? നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങൾ തെറി പറയരുതല്ലോ. കഴിക്കൂ കേട്ടോ. അത് വേണ്ട. ഇന്ന് പ്രിയതമ വാരിത്തരും. ആര്യപുത്രൻ അങ്ങ് കഴിച്ച തുടങ്ങിയിരുന്നോളാം. ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. ഇത് കണ്ടോ ജയൻ സാറേ? അവിടെ അകത്ത് കിടക്കുന്ന ഇപ്പൊ അവര് വിട്ടേക്കുന്നത്. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എന്നിട്ട് വെട്ടി വിഴുകുക. പിന്നെ ഞാൻ എന്നാ വേണം? അനുഭവിച്ചോട്ടെ. ഞാൻ ഇല്ല എന്റെ ഇടയില്. പാരമ്പര്യ സൂക്കേടാന്നാ എല്ലാരും പറയുന്നേ. ഇയാളുടെ വക ഇനി എന്താണാവോ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ? അങ്ങേരതൊന്നും അറിഞ്ഞില്ലയോ? അമ്മയെ പേടിച്ചിട്ടാവും വരാത്തത്. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യണ്ടായിരുന്നു ഞാൻ. നാട്ടുകാരെ പേടിച്ച രാജിവെച്ചത്. അച്ഛന്റെ കാര്യം നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി അവന്റെ ജോലി പോവൂടാ. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ?
അച്ഛൻ പോയി സിതാരച്ചോട് ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നെ സംസാരിക്കാനാ? അതൊന്നും ശരിയാകില്ല. അച്ഛൻ ഫുഡ് കഴിക്കും. ഞാൻ കഴിച്ചാ, നീ പോയി കിടന്നോ. പോയി കിടന്നോ. കുറെ നേരം ആയല്ലോ അത്. കെട്ടേച്ചേക്കുമല്ലേ, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാനൊക്കില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്കും. അടങ്ങിക്കിടക്ക്. കുറെ കിടന്ന് തുള്ളിയതല്ലേ. വിവേകേട്ടൻ മര്യാദയ്ക്ക് എടുക്കുക, ഇല്ലെങ്കിൽ വായ കൂടി ഞാൻ മൂടി കെട്ടും. പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ. അതെ, ലേഹ്യം എല്ലാം കഴിക്കണോ വിവേക്? ചോറിനോ? റമ്മില് കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ കസർത്തൊന്നും നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അപ്പൊ പേടിയുണ്ടല്ലേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ സിമ്പിളാ. തന്റെ എല്ലാവിധ വിളച്ചിലുകളും ഇതോടെ നിർത്തണം. ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ. നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം. ഇവർക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നവരെ. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയ വിശ്വാസ് ഇവിടെ പറഞ്ഞുവിടാൻ. മര്യാദക്ക് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. സ്ലീപ്പിംഗ് പിൽസ് നിന്റെ വേണ്ട, എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ചു തരാൻ അറിയണ്ടല്ല. ഈ പാവങ്ങളെ ഓർത്തിട്ടാ.